ടി പി ജയചന്ദ്രൻ ആവർത്തിച്ച് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറയുന്നത് കേന്ദ്രത്തിന്റെ ധനസഹായം എന്തുകൊണ്ട് വൈകുന്നുവെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള എല്ലാ പ്രപ്പോസലുകളും മെമ്മോറാണ്ടവും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ മെമ്മോറാണ്ടവും പ്രപ്പോസലും ഒന്നുമില്ലെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച ചരിത്രമുണ്ട് കേന്ദ്രമന്ത്രിമാർ വന്ന്. എന്തേ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം അതുണ്ടാവുന്നില്ല? ടി പി ജയചന്ദ്രൻ 50 നാളായി. ഡോക്ടർ അരുൺ, ഞാൻ ഈ ചർച്ചയുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. ഇന്നലെ തെറ്റായ വാർത്ത കൊടുത്തു എന്നുള്ള കുറ്റബോധത്തിൽ നിന്ന് വാർത്തകളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് എന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ചർച്ചയ്ക്ക് നമ്മൾ ആധാരമാക്കേണ്ടത് ലഭ്യമായ രേഖകളും വസ്തുതകളുമാണ്. നോക്കൂ, നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്ര സർക്കാരിന് നൽകിയെന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടവും അത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതും അതിൻ്റെ വിവരങ്ങൾ അവകാശപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിവരാവകാശ പ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ വാർത്തകളും അത് വാർത്തകൾ ചർച്ച ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളുമാണ്. ആർക്കെങ്കിലും കേരളത്തിൻ്റെ സഹായം തടയുന്നതിൽ പങ്കുണ്ട് എന്ന വ്യാഖ്യാനത്തിന് ഒന്നാം പ്രതിയാകേണ്ടത് കേരളത്തിലെ ഈ മെമ്മോറാണ്ടവും 2 വാർത്തകൾ ഇന്നലെ ചർവണം നടത്തിയ മാധ്യമങ്ങളും ഈ വടക്കൻ ആകുന്ന ജെയിംസിനെ പോലുള്ള ആളുകളുമാണ്. ഇനി കേരളത്തിന് പണം കിട്ടാത്തത് കൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തന തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ ഡോക്ടർ അരുൺകുമാറിനും എനിക്കും ഒക്കെ തന്നെ അതിൽ വേദനയുണ്ടാകണം. ഞാൻ അരുൺകുമാറിൻ്റെ കൈകളിൽ ഉള്ള ലെറ്റർ ഇന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഒഴിപ്പി കൂടി നോക്കൂ. അതിൽ ടിങ്കു ബിസ്വാൾ കൃത്യമായിട്ട് ബോധ്യത്തോടുകൂടി അദ്ദേഹം തയ്യാറാക്കിയ കണക്കിൽ 15ാമത്തെ വരി മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഒക്കെ വായിക്കാൻ സമയം ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പറയുന്നത്? ദ ടോട്ടൽ അസിസ്റ്റൻസ് ദറ്റ് വി മേ നീഡ് മോർ ദാൻ ദ കറൻ്റ്ലി അവൈലബിൾ SDRF ഈസ് rupees 219 crores. എന്താണ് അരുൺകുമാറെ ആ വാക്യത്തിൻ്റെ അർത്ഥം? ദ ടോട്ടൽ അസിസ്റ്റൻറ്റ് ദറ്റ് വി നീഡ് more than the actually available SDRF. That means ഇതിനാവശ്യമായ 219.23 കോടി രൂപ കൂടാതെയുള്ള ബാക്കി തുക ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് അസ്. ആ അവൈലബിൾ വിത്ത് അസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ, ധനസഹായം നൽകാൻ, ഭൂമി എടുക്കാൻ അവിടെ എല്ലാം ഉണ്ട്. ഇനി ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എക്സ്പെക്റ്റഡ് എമൗണ്ട് ആണ് എന്നുള്ളതും ആൻറ്റിസിപ്പേറ്ററി എമൗണ്ട് ആണ് എന്ന കാര്യത്തിൽ പകുതി ആൻറ്റിസിപ്പേറ്ററിയും പകുതി ആൻറ്റുമാകുമോ? നോക്കൂ, ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ലിടാൻ അത് നടന്ന പ്രവർത്തനമല്ലേ? ബെയിലി പാലം ഉണ്ടാക്കണം, അതിന് മുമ്പ് കല്ലിടണമല്ലോ. അത് ഉണ്ടാക്കാൻ 1 കോടി രൂപ ചിലവായി എന്നത് ആൻറ്റിസിപ്പേറ്ററി ആണോ, എക്സ്പെക്റ്റഡ് ആണോ, ആക്ച്വൽ ആണോ? അവിടെ ഉണ്ടാകുന്ന ബോഡിയുടെ എണ്ണം കൃത്യമാണല്ലോ. അത് സംസ്കരിക്കാൻ ആവശ്യമായത് ആൻറ്റിസിപ്പേറ്ററി ആണോ, അതല്ല അത് എക്സ്പെക്റ്റഡ് ആണോ, ആക്ച്വൽ ആണോ? അപ്പോൾ ഇവിടെ ഒരർത്ഥത്തിൽ നമ്മളൊരു കാര്യം ശരിയാണ്. പൊതുമണ്ഡലത്തിൽ ഇത് ചർച്ചയാവുന്നത് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലുണ്ടായ അനുഭവത്തിൽ ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ 500 രൂപയുടെ പിറ്റ് 1500 രൂപയ്ക്ക് അടിച്ചു മാറ്റിയതും 2 രൂപയുടെ ഗ്ലൗസ് 12 രൂപയ്ക്ക് വാങ്ങിയതിൻ്റെയും ചരിത്രം കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പരാതി കിട്ടി. അതൊക്കെ നമുക്ക് മറക്കാം. ഞാൻ ചോദിക്കാണിയത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം സൂചിപ്പിച്ചു, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കേരളത്തിലെ വികസന തടസ്സമാവില്ല. അങ്ങ് പറഞ്ഞ കത്തിൽ the total assistance that we may need more than the currently available SDRF is rupees 219.23 crores എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതിലെന്താണ് ആക്ഷേപമുള്ളത് ടി പി ജയചന്ദ്രൻ? 219 കോടിയാണ് നിലവിലുള്ള ഈ SDRFിൻ്റെയും നാഷണൽ NDRFിൻ്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ പ്രകാരം നിശ്ചയിച്ചാൽ നമുക്ക് ലഭിക്കുക. പക്ഷേ ആക്ച്വൽ ലോസിനെ കുറിച്ച് ടിങ്കു ബിശ്വാസ് പറയുന്നത് നോക്കൂ, 1202 കോടിയാണ്. ദ ആക്ച്വൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ലോസസ് ആർ അബൌട്ട് 1202 കോടി 12 ലക്ഷം രൂപയാണ്. എന്നാൽ റഫ് എസ്റ്റിമേറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 2262 കോടി രൂപയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് SDRFിൻ്റെ മാനദണ്ഡ പ്രകാരം ഒരു വീട് തകർന്നാൽ 1,30,000 രൂപ കിട്ടും.
എന്നാൽ ആക്ച്വൽസിൽ നമ്മൾ കണക്കാക്കി ഈ എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് 6 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു വീട് അവിടെ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൊടുക്കേണ്ടതല്ലേ ടി പി ജയചന്ദ്രൻ? അതിനല്ലേ നമ്മൾ പണം ആവശ്യപ്പെടുന്നത്? അവിടെ എന്താണ് ഈ താങ്കൾ പറഞ്ഞ ഈ കത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നതേയില്ല. കത്തിൽ നമ്മളുടെ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാനദണ്ഡ പ്രകാരം പോയി 219 കോടി. ആ മാനദണ്ഡ പ്രകാരത്തിനും അപ്പുറമാണ് നഷ്ടം 1202 കോടി. അതിലും കൂടുതൽ പുനരധിവാസത്തിനടക്കം നമുക്ക് വേണ്ടത് 2209 കോടി. ആ കത്തിൽ എന്താ കുഴപ്പം ടി പി ജയചന്ദ്രൻ? അല്ല, ഞാൻ ചോദിക്കുന്ന അരുണേ, ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിക്കാത്തത് കൊണ്ടും കേന്ദ്രം നൽകാത്തത് കൊണ്ടും കേരളത്തിലെ പ്രവർത്തനത്തിന് തടസ്സം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹം ഈ കാര്യം നിഷേധിച്ചപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞു പോയി കേന്ദ്രത്തെ നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല എന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തിന് ഒരു ആവശ്യമുണ്ടെന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നും. അല്ലല്ല, മനസ്സിലായില്ല. അതായത് പ്രധാനമന്ത്രി മാത്രമല്ല, പ്രഖ്യാപിച്ച മെമ്മോറാണ്ടം പ്രഖ്യാപിച്ചത് ഈ SDRFന്റെ മാനദണ്ഡ പ്രകാരമുള്ള 219 കോടി രൂപ നമ്മുടെ കയ്യിലുള്ള പണം ചെലവഴിക്കാനാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിന് പ്രധാനമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കണ്ടല്ലോ SDRFന്റെ മാനദണ്ഡ പ്രകാരം ഈ 219 കോടി കിട്ടുമല്ലോ. അല്ല ഡോക്ടർ അരുൺ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം കൂടാതെ 212 കോടി രൂപ സംതിങ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ഈ മാനദണ്ഡ പ്രകാരം പോയാൽ പരമാവധി കിട്ടിയ 219 കോടിയാണ്. അത് പോരാ എന്നാണ് ഈ കത്ത് പറയുന്നത് ടി പി ജയചന്ദ്രൻ. അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത, ഇന്നലെ മാധ്യമങ്ങളൊക്കെ കണ്ട മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്ന പ്രപ്പോസൽ. അത് ക്ലെയിമാണ്. ആ ക്ലെയിം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ആ ചരിത്രം പരിശോധിച്ചിരുന്നോ? നമ്മൾ എത്ര ക്ലെയിം ചെയ്തു? നമ്മൾ 2018-17 217 കോടി രൂപയാണ് പ്രളയകാലത്ത് ക്ലെയിം ചെയ്തത്. കിട്ടിയത് എത്രയാ? 70 കോടി. പിന്നെന്ത് ചെയ്തു? എയർഫോഴ്സ് വന്ന് 102 കോടി രൂപ കൂടി അധികം ചെലവിട്ടു ദുരിതാശ്വാസത്തിന്. അധികം ക്ലെയിം ചെയ്തു നമ്മളുടെ അടുത്ത് നിന്ന്. 217 കോടിയുടെ ക്ലെയിം നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയത് 70 കോടി. അത് കഴിഞ്ഞാൽ 102 കോടി നമ്മുടെ കയ്യിൽ നിന്ന് എയർഫോഴ്സും കൊണ്ടുപോയി. ഓക്കെയുടെ സമയത്ത് 413 കോടി ക്ലെയിം ചെയ്തു. കിട്ടിയത് 113 കോടി. കവളപ്പാറ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ കേരളം ക്ലെയിം ചെയ്തത് 2012 കോടി. നമുക്ക് ആ കിട്ടിയതോ 0 കോടി. 1 രൂപ കിട്ടിയില്ല. 2012 വരൾച്ചാ കാലത്ത് 19,000 കോടി നമ്മൾ ക്ലെയിം ചെയ്തു. കിട്ടിയത് 100 കോടി. ഇതാണ് കണക്ക്. അപ്പോൾ നമ്മൾ 3000 കോടിയെങ്കിലും ക്ലെയിം ചെയ്തില്ലെങ്കിൽ 1000 കോടി എങ്ങനെ കിട്ടുമെന്നതാണ് ചോദ്യം. പണം വേണ്ടേ ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ടി പി ജയചന്ദ്രൻ? അതെവിടെ? അല്ല ഡോക്ടർ അരുൺ, നിങ്ങളും ഞാനും പറയുന്ന വസ്തുതകളിലേക്ക് ഏതാണ്ട് സമാനമായി നമ്മൾ എത്തുകയാണ്. നോക്കൂ, രാജ്യത്ത് 2005 ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് പ്രവർത്തിക്കുന്നത്. അതിനൊരു തടസ്സമില്ലല്ലോ. 2005 ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഭരിച്ചൊരു സർക്കാരിൻ്റെ നിയമമാണ്. ആ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു. എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്കാക്കുന്നതിനൊരു ഏജൻസി ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, പ്രതിരോധ മന്ത്രി, ഇവരടങ്ങുന്ന ഒരു ടീം അവരുടെ മുമ്പാകെ കണക്ക് വെക്കട്ടെ. ആ കണക്കിന് വസ്തുതകൾ പരിശോധിക്കട്ടെ. കണക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ 17-ാം തീയതി. ഇന്ന് തീയതി എത്രയായി എന്ന് അരുൺ അറിയാമല്ലോ. കേന്ദ്രത്തിന്റെ ഏജൻസി പരിശോധിക്കണ്ടേ? ആ കണക്കിൽ അരുൺകുമാർ ഞാൻ വീണ്ടും പക്ഷെ അപ്പോഴും ടി പി ജയചന്ദ്രൻ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഇത് പ്രശ്നമല്ല. ആന്ധ്രാപ്രദേശിൽ തിടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്നത് 3000 കോടി. പിന്നീട് ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള ഈ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് 6000 കോടി. ആവശ്യപ്പെടുന്നതിന് മുൻപേ തന്നെ കൊടുക്കാൻ ജാഗ്രത കാണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ. അസമിൽ അമിത്ഷാ നേരിട്ട് പോയി ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു മെമ്മോറാണ്ടവും കൊടുത്തിട്ടില്ല. തെലങ്കാനയിൽ മെമ്മോറാണ്ടം കൊടുത്തിട്ടില്ല. നമ്മൾ കേരളത്തിൽ പോലും പ്രളയത്തിന്റെ സമയത്ത് അന്ന് രാജ്നാഥ് സിംഗ് ഒന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒരു മെമ്മോറാണ്ടവും ആവശ്യപ്പെട്ടില്ല. ഈ വൈകൽ ഉണ്ടായില്ല. അല്ല, പ്രഖ്യാപനം അതിനേക്കാൾ പ്രധാനമന്ത്രി പറഞ്ഞില്ല. അവിടെ 3000 2000 എമൗണ്ട് ലിമിറ്റഡ് ആണ്. ഇവിടെ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാം, നിങ്ങൾക്ക് പണം ഒരു തടസ്സമാവില്ല. അതെവിടെ എന്നതാണ് ചോദ്യം. ശരി, നമ്മളത് വിശ്വസിക്കുന്നു. 17-ാം തീയതി കൊടുത്തു. ശരി 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 ആ മെമ്മോറാണ്ടം കൊടുത്തിട്ട് കുറച്ച് സമയമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പോയി വരാം.